പാലാ നഗരസഭയിൽ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെ ചേർന്ന കൗൺസിൽ യോഗത്തിൽ തർക്കം. ചെയർപേഴ്സൺ മുറിയിൽ നിന്നും ഫയൽ നഷ്ടമായ സംഭവത്തെ ചൊല്ലിയായിരുന്നു വിവാദം. LDF കൊണ്ടുവന്ന അവിശ്വാസം 21-ന് പാസാക്കുമെന്ന് പ്രതിപക്ഷവും വ്യക്തമാക്കി. 6 വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് 4 ദിവസം തുടർച്ചയായി പാലാ നഗരസഭാ കൗൺസിൽ യോഗം വിളിച്ചത്. അതിൽ ആദ്യ ദിനം തന്നെ ചേർന്ന കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. ചെയർപേഴ്സന്റെ ഫയൽ കോൺഗ്രസ് കൗൺസിലർ മോഷ്ടിച്ചെന്ന പരാതിയിൽ വ്യക്തത തേടി LDF ചോദ്യമുയർത്തിയതാണ് പ്രശ്നത്തിന് തുടക്കം. ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും LDF കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്നും കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ് വ്യക്തമാക്കി. ഒറ്റ കാര്യമുള്ളൂ, കള്ളപ്പരാതി കൊടുത്ത് സഹ കൗൺസിലറിനെ ഈ രീതിയിൽ പൊതുമധ്യത്തിൽ മോശമാക്കി ചിത്രീകരിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി കൂടി പാലായിലെ എല്ലാ കോൺഗ്രസ് കൗൺസിലർമാരും ചെയർപേഴ്സണുള്ള പിന്തുണ പിൻവലിച്ചതായി അറിയിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനു മുമ്പ് തന്നെ അവിശ്വാസം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഞങ്ങൾ കോൺഗ്രസിൻ്റെ കൗൺസിലേഴ്സ് സ്വതന്ത്ര കൗൺസിലറെ മായരാക്കൂല, അവിശ്വാസം രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്. 4 ദിവസത്തെ കൗൺസിൽ യോഗം അനാവശ്യമാണെന്നും 21-ന് അവിശ്വാസം പാസ്സാകുമെന്നും LDF ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിഷയമല്ല, അവിശ്വാസം പാസ്സാകുന്നതൊക്കെ അറിയാം. 100% അവസാനം. കാരണം അതിനെ അറിയും. അല്ല അത് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇപ്പം പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രിയാത്മക പ്രതിപക്ഷമായിട്ടാണ് പ്രവർത്തിച്ച് വന്നിരുന്നത് ആണല്ലോ. അത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പാലായിലെ മണ്ഡലം കമ്മിറ്റിയും കൗൺസിലർമാരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിരിക്കുന്നു ഈ ചെയർപേഴ്സൺ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളല്ല പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് പാലായിലെ പൊതുസമൂഹം പറഞ്ഞു അവിശ്വാസം കൊണ്ടുവരുന്ന 9 പേർ പിന്തുണ വേണം, അവർക്കില്ല. അതേസമയം സ്വതന്ത്ര കൂട്ടായ്മയിലെ ദിയ പുളിക്കക്കണ്ടം UDF ചെയർപേഴ്സണാണെന്ന നിലപാടിലാണ് പുളിക്കക്കണ്ടം കുടുംബം. ഈ സാഹചര്യത്തിൽ LDF കൊണ്ടുവന്ന അവിശ്വാസത്തിൽ കോൺഗ്രസും UDF നേതൃത്വവും നിലപാട് വ്യക്തമാക്കട്ടെ എന്ന തീരുമാനത്തിലാണ് പുളിക്കക്കണ്ട ഫാമിലി. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.